മക്കളെ നമസ്കാരം, ഞാൻ ഹാജയാണ്. നമ്മുടെ ആൽഫ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന്. നമുക്ക് പഠിക്കാൻ 9 ചാപ്റ്റർ ഉണ്ട് അല്ലേ. ആ 9 ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ചോദിക്കും, സാർ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുന്നില്ലേ എന്ന്. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവേ. എന്തായാലും നിങ്ങൾക്ക് അടുത്ത ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് മുമ്പ് നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചിരി ലേറ്റായി പോയതുകൊണ്ട് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആറ്റം എന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ് അല്ലേ. ബേസിക് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് എലമെൻറ്റിനെയാണ് നമ്മളൊരു ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് നമ്മൾ ഒരു 7ാം ക്ലാസ് മുതലേ കേട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഈ ആറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. വ്യക്തമായി കുറച്ച് കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നല്ല രസകരമായി പഠിക്കാം. ഒരു ഫീസ് തന്നെ ഈ ഒരു ക്ലാസ്സിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. ഈ ചാപ്റ്ററിൽ എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. ആദ്യമേ നിങ്ങളെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. അപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം. ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. രസകരമായി, സമാധാനത്തിൽ, വളരെ പതുക്കെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ കേട്ടിട്ടില്ല കുറേ വാക്കുകൾ. ഇങ്ങനെ കേട്ടിട്ടില്ലേ? പ്രോട്ടോണ്, അതേപോലെ തന്നെ ഇലക്ട്രോൺ കേട്ടിട്ടുണ്ട്. അതേപോലെ ന്യൂട്രോൺ എന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിൻ്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എത്ര നേരം ഇതിൻ്റെ ലെങ്ത് ഉണ്ടാവുമെന്നൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ക്ലാസ് കഴിയുമ്പോൾ, എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിളിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തം, ജെ തോംസൺ. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെ തോംസൺ ആണ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, ഇതാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. അതിൻ്റെ ചുറ്റുമാണ് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആളിൻ്റെ പേരാണ് ജെ തോംസൺ. അപ്പോൾ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ കാഥോഡ് റേസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഇലക്ട്രോണിൻ്റെ മാസ് റേഷ്യോ, ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയും, E/m റേഷ്യോ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. എന്നിട്ട് ഇലക്ട്രോണിൻ്റെ ചാർജിനെ കുറിച്ച് പറയണം. പിന്നെ പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തം, അതായത് ആനോഡ് റേ. പിന്നെ ഈ ആനോഡ് റേയും കാഥോഡ് റേയും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കണം. പിന്നെ ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് പഠിക്കേണ്ടത്. വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ആദ്യം ഒരു ആറ്റം പണ്ടുകാലം മുതലേ ആളുകൾ പറയുന്നുണ്ട്, ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രലാണ് എന്ന്. ഓൾ ആറ്റംസ് ആർ ന്യൂട്രൽ. അതുപോലെ പണ്ട് ജോൺ ഡാൾട്ടൺ, ആറ്റം കണ്ടുപിടിച്ച ആളുണ്ടല്ലോ, പുള്ളി പറഞ്ഞിട്ടുണ്ട് ആറ്റത്തിനെ ഈച്ച് ആൻഡ് എവറി മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റം എന്ന്. അല്ലെങ്കിൽ മാറ്റർ, വസ്തുക്കൾ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, ആറ്റങ്ങളെ ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ആറ്റങ്ങൾക്കകത്തൊന്നുമില്ല എന്നൊക്കെ ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സയൻസിൻ്റെ പ്രത്യേകത അറിയാലോ, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ മിനിറ്റ് സയൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സയൻസ് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, സയൻസിനകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആറ്റത്തിനകത്ത് പാർട്ടിക്കിളിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കൊക്കെ വരുന്നത്. അപ്പം ആറ്റത്തിനകത്ത് ആദ്യമായി കണ്ടുപിടിക്കുന്ന പാർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ കാരണമാകുന്ന ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും നമ്മളൊരു ബേസിക് ആയിട്ടൊരു കാര്യം അറിയാം. ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഓർബിറ്റ് ഉണ്ട്. അവിടെയാണ് ഈ ഇലക്ട്രോണുകളൊക്കെ ട്രാവൽ ചെയ്യുന്നത്. ഈ ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് സാറ് ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു. ക്രൂക്സ് എന്ന് പറയുന്ന ആൾ, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അദ്ദേഹം ഒരു ട്യൂബ് എടുത്തു കേട്ടോ. ഇങ്ങനെ ഒരു ട്യൂബ്, ഒരു കട്ടിയുള്ള ഒരു ട്യൂബ് എടുത്തു. ആ ട്യൂബിനകത്ത് അദ്ദേഹം 2 ഇലക്ട്രോഡുകൾ ഇവിടെ പ്ലേസ് ചെയ്തു. 2 ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്തു. ആ ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത ഭാഗത്തെ അയാൾ ആനോഡ് എന്ന് വിളിച്ചു, ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്ത ഭാഗത്തിനെ കാഥോഡ് എന്നും വിളിച്ചു. ഇതിനകത്തും അദ്ദേഹം ഒരു ഗ്യാസിനെ നിറച്ചു വെച്ചു. ഇതിനകത്തൊരു ഗ്യാസ് നിറച്ചു. ഓക്കെ, അതൊന്നും മറന്നു പോകരുത്. അദ്ദേഹം ഇതിനകത്തൊരു ഗ്യാസിനെയൊക്കെ നിറച്ചു വെച്ചു. ക്ലിയർ ആണ്? അപ്പോൾ ക്രൂക്സ് എന്താ ചെയ്തത്? ക്രൂക്സ് ഒരു ട്യൂബ് എടുത്തു, ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. ആ ട്യൂബിനകത്തൊരു ഗ്യാസ് നിറച്ചു. ആ ഗ്യാസിൻ്റെ പ്രഷർ കുറച്ചു, നല്ല കുറച്ചു.
എന്നിട്ട് അതിനകത്ത് രണ്ട് സൈഡിൽ, ആ ട്യൂബിൻ്റെ രണ്ട് സൈഡിലായിട്ട് എന്ത് പ്ലേസ് ചെയ്തു? രണ്ട് ഇലക്ട്രോഡുകളെ പ്ലേസ് ചെയ്തു. ഓക്കെ, രണ്ട് ഇലക്ട്രോഡുകൾ, ഇതാ ഇവിടെ ഒരു ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്തു, ദാ ഇവിടെ ഒരു ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇതിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവ് എപ്പോഴും വലിയ വരയായിരിക്കും, ബാറ്ററിയുടെ നെഗറ്റീവ് എപ്പോഴും ചെറിയ വരയും ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോഡിൽ പോസിറ്റീവ് ചാർജും വന്നു, ഈ ഇലക്ട്രോഡിൽ നെഗറ്റീവ് ചാർജും വന്നു. ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് ഗ്യാസ് ആണ് കേട്ടോ. ഈ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? വെരി ലോ പ്രഷർ വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? അപ്പോൾ ഒരു ഡിസ്ചാർജ് ട്യൂബ്, അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു. ഒന്നിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, ഒന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്ത ഭാഗമാണ് ആനോഡ്. അപ്പം ഈ ഒരു മെറ്റൽ, ഇതൊരു മെറ്റലാണ്, ഇലക്ട്രോഡ് എന്ന് പറയുന്നത് മെറ്റൽ, ഒരു മെറ്റൽ പീസ്. ഓക്കെ, ആ മെറ്റൽ പീസിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടിയത്. കാരണം ബാറ്ററിയുടെ പോസിറ്റീവായിട്ടാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു മെറ്റലാണ്, അതിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് കാഥോഡ്. അത് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് ആ മെറ്റലിന്റെ ചാർജ് നെഗറ്റീവാണ്. ഇതിനകത്ത് ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഗ്യാസിന്റെ പ്രത്യേകത പ്രഷർ ഭയങ്കര കുറവാണ്. ക്ലിയർ ആണ്? എന്നിട്ട് അതാ ഇവിടെ കണ്ടോ ബാറ്ററി ഹൈ വോൾട്ടേജ് ജനറേറ്റർ, ഹൈ വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. 10,000 വോൾട്ട് കറണ്ട് കൂടുതലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞൊരു സംഭവം എന്താണെന്നറിയാവോ? ഇതിനകത്ത് ഈ ഗ്ലാസിൻ്റെ ഈ ഗ്ലാസ് വോൾ അവിടെ ഭയങ്കരമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഒരു ഫെയിൻ ഗ്രീനിഷ് ഗ്ലോ, ഒരു പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ പാർട്ടിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്രൂക്സിൻ്റെ പരീക്ഷണം. അപ്പോൾ ഈ ഒരു പരീക്ഷണം കണ്ടപ്പോൾ ഈ ഒരു ഗ്രീനിഷ് കളർ വന്നു. അപ്പോൾ ആൾക്കാരുടെ ചിന്ത, ഈ ഗ്രീനിഷ് കളർ എവിടെ നിന്ന് വന്നതായിരിക്കാം? ഗ്രീനിഷ് കളർ എന്തുകൊണ്ടാണ് ഉണ്ടായത്? എന്തായിരിക്കാം അതിൻ്റെ പിന്നിലെ രഹസ്യം? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇത് കാഥോഡിൽ നിന്നും, കാഥോഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് കണ്ടോ, ഈ കാഥോഡ് പാർട്ടിൽ നിന്നും കുറച്ച് റേ വരുന്നുണ്ട്, ചില രശ്മികൾ വരുന്നുണ്ട്, ചില റേസ് വരുന്നുണ്ട്. ആനോഡിലോട്ടാണ് വരുന്നത്. ആനോഡിലോട്ട് ഇങ്ങനെ കുറേ റേസ് കാഥോഡിൽ നിന്ന് വരുന്നുണ്ട്. ആ റേകളാണ് ഈ ഒരു ഗ്രീനിഷ് കളറിന് കാരണം. ഈ കിരണങ്ങളെയാണ് കാഥോഡ് റേസ് എന്ന് വിളിക്കപ്പെട്ടത്. ഇതിനെക്കുറിച്ച് പിന്നെ ആൾക്കാർ പഠിക്കാൻ തുടങ്ങി, കാഥോഡ് റേസിനെ കുറിച്ച്. ഈ കാഥോഡ് റേസിൽ ഈ സയൻറ്റിസ്റ്റുകൾ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് കാഥോഡ് റേയുടെ പ്രത്യേകതകൾ എന്ന് പഠിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് കാഥോഡ് റേയുടെ പ്രത്യേകതകൾ എന്തെല്ലാം. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഒരു എക്സ്പെരിമെൻറ്റിലെ എന്താ പറയുക, ഡിസ്ചാർജ് ട്യൂബ് എടുത്തു, അതിനകത്ത് രണ്ട് മെറ്റലിനെ രണ്ട് കോർണറിൽ പ്ലേസ് ചെയ്തു. വൺ മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ബാറ്ററിയുടെ പോസിറ്റീവ് പാർട്ട്, ദാറ്റ് ഈസ് കാൾഡ് ആനോഡ്. ഒന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവ്, ഒരു മെറ്റലിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു, അതാണ് കാഥോഡ്. ക്ലിയർ ആണ്? ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തത് കാഥോഡ്, ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തത് ആനോഡ്. ഇതിനകത്തൊരു ഗ്യാസ് നിറച്ചു. ആ ഗ്യാസ് ഏത് വേണമെങ്കിലും നിറയ്ക്കാം. ഗ്യാസ് നിറച്ചു. ഗ്യാസിൻ്റെ പ്രഷർ ഭയങ്കര കുറവ്, 10⁻⁻⁴ atm. ഇതിനകത്ത് നല്ല ഹൈ വോൾട്ടേജ് കറണ്ട് കടത്തിവിട്ടു. നല്ലൊരു പ്രകാശം ഈ ട്യൂബിൻ്റെ വോളിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നു. ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് ഈ ഗ്രീനിഷ് കളർ, ഒരു ഫെയിൻ ഗ്രീനിഷ് ഫ്ലൂറസെൻ്റ് കളർ ഉണ്ടാകുന്നത് എന്ന്, എന്തുകൊണ്ടാണ് ഈ പ്രകാശം വരുന്നത്? അപ്പോൾ സയൻറ്റിസ്റ്റുമാർ പറഞ്ഞു, കാഥോഡിൻ്റെ ഭാഗത്ത് നിന്ന് ചില റേസ് നേരെ ആനോഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഈ പ്രകാശത്തിന് കാരണം. അപ്പോൾ ഈ കാഥോഡ് റേയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? കാഥോഡ് റേയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, കാഥോഡ് റേ എവിടെ നിന്നാണ് വരുന്നത് മക്കളെ? കാഥോഡ് റേ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഥോഡിൽ നിന്നാണ് വരുന്നത്. ഇത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ ട്രാവൽ ചെയ്യൂ. ദേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പഠിക്കണേ, കാഥോഡ് റേ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ദേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് കാഥോഡ് റേ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഇത് ഡിഫ്ലക്റ്റഡ് ആവും. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഇതിൽ അപ്ലൈ ചെയ്താൽ, ഈ കാഥോഡ് റേയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാവും. അത് ആ ഒരു പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ഷൻ സംഭവിക്കും കാഥോഡ് റേക്ക്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്.
ഓക്കെ, അപ്പം ഇത് ദർ ഡിഫ്ലക്ഷൻ ടുവേഴ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പം ഈ കാഥോഡ് റേ എങ്ങോട്ടാ പോകുന്നത്? ആനോഡിലോട്ടാ. ആനോഡിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് പാർട്ടിലേക്ക് കാഥോഡ് റേ പോകുന്നത് കൊണ്ട് കാഥോഡ് റേയുടെ ചാർജ് എന്തായിരിക്കും? അബ്സല്യൂട്ട്ലി നെഗറ്റീവ് ആയിരിക്കും. ഒബിയസ്ലി അത് നെഗറ്റീവ് തന്നെ വരാനാണ് ചാൻസ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് 2 പോയിന്റ് മനസ്സിലായി. ഇനി ഈ കാഥോഡ് റേയുടെ ആ പാർട്ടിൽ ഒരു പാഡിൽ വീൽ, ഒരു കറങ്ങുന്ന ഒരു വീല് കൊണ്ടുപോയി വെക്കുക. ഒരു പാഡിൽ വീല് വെച്ച് കഴിഞ്ഞാൽ ഈ വീല് കറങ്ങാൻ തുടങ്ങും. കാഥോഡ് റേയിൽ എന്തോ സാധനങ്ങൾ വന്ന് ഇടിച്ചിട്ടല്ലേ ഈ വീല് കറങ്ങുന്നേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ കാഥോഡ് റേയിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, മെറ്റീരിയൽ പാർട്ടിക്കിൾ ഉണ്ട്. എന്തൊക്കെയോ പാർട്ടിക്കിൾ ചെന്നാണ് ഈ പാഡിൽ വീലിൽ ഇടിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കറങ്ങുന്നത്. 3ാമത്തെ പോയിന്റും സെറ്റ്. 1ാമത്തെ പോയിന്റ് എന്താ? ദ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. 2ാമത്തെ പോയിന്റ് എന്താ? ദ ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദർ ഡിഫ്ലക്ഷൻ ടുവേഴ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഷോസ് ദാറ്റ് കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. പക്കയായിട്ട് എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഒരു പാഡിൽ വീല് കൊണ്ടുവന്ന കാഥോഡ് റേ പോകുന്ന സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പാഡിൽ വീല് കറങ്ങും. അപ്പോൾ എന്തുണ്ട്? ഈ കാഥോഡ് റേയിൽ പാർട്ടിക്കിൾസ്, മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അടുത്തത് ഇത് കടന്നു പോകുന്ന വഴികളിലുള്ള ഏതെങ്കിലും ആറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ചിലപ്പോൾ അതിന് ആറ്റങ്ങളെ അയോണുകളാക്കി മാറ്റും, അയോണൈസ് ചെയ്യും. അപ്പോൾ ഇവൻ കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള ഗ്യാസുകളെയെല്ലാം ഇവൻ അയോണൈസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ദേ ക്യാൻ അയോണൈസ് ദ ഗ്യാസ് ത്രൂ വിച്ച് ദേ പാസ്. ഇവൻ കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള ഗ്യാസുകളെയൊക്കെ അവൻ അയോണൈസ് ചെയ്യും. അപ്പോൾ ഗ്യാസിനെ അയോണൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നോക്കുക, ഇവൻ്റെ ഈ കാഥോഡ് റേയുടെ പ്രത്യേകതയാണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ വോളിൽ വന്ന് തട്ടുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു പ്രകാശമുണ്ടാകും, ഒരു കളർ ഉണ്ടാകും. ഓക്കെ, എന്ത് കളറാണ്? ഗ്രീനിഷ് ഫ്ലൂറസെൻസ് കളർ ഉണ്ടാകും. അത് ഡിസ്ചാർജ് ട്യൂബ് വെച്ചാലും ഉണ്ടാകും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബിൻ്റെ വോളിൽ തട്ടുമ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ ഒരു സിംഗിൾ സൾഫൈഡിൻ്റെ ഒരു സ്ക്രീൻ വെച്ചാലും ഇതുണ്ടാകാറുണ്ട്. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ്, നിങ്ങൾ ഇതിനകത്ത് ഏത് ഗ്യാസിനെ നിറച്ചാലും, ഇപ്പം നിങ്ങൾ നേരത്തെ ഡിസ്ചാർജ് ട്യൂബിൽ എന്ത് ഗ്യാസാണ് നിറച്ചത്? ഗ്യാസിൻ്റെ പേരൊന്നും നമ്മൾ പറഞ്ഞില്ല അല്ലേ? ഏത് ഗ്യാസിനെ ഇവിടെ നിറച്ചാലും, അതുപോലെ ഇവിടെ ഏത് മെറ്റൽ എടുത്താലും, ഇവിടെ ഇതിനകത്ത് ഈ എക്സ്പെരിമെൻറ്റിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ താഴെ പറയുന്നത് 6ാമത്തെ പോയിന്റ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്, ഓക്കെ, മെറ്റൽ യൂസ്ഡ് ആൻഡ് നേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് ദ ഡിസ്ചാർജ് ട്യൂബ് E/M റേഷ്യോ. അതായത് ഇതിനകത്ത് ഈ കാഥോഡ് റേയുടെ E/M റേഷ്യോ എപ്പോഴും ഏത് ഗ്യാസ് എടുത്താലും ഏത് മെറ്റൽ എടുത്താലും ഒന്ന് തന്നെ ആയിരിക്കും. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഈ എന്താ പറയുക, പ്രധാനമായും ഇതിന് നേതൃത്വം നൽകിയത് ജെ തോംസൺ ആണ്. ജെ തോംസൺ പറഞ്ഞു, ദസ് കാഥോഡ് റേസ് വെയർ കൺസിഡേർഡ് ടു ബി ദ ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഓൾ മെറ്റീരിയൽ. എല്ലാ ഗ്യാസിനും, നിങ്ങൾ ഏത് ഗ്യാസ് എടുത്താലും ഇതേപോലെയൊക്കെ തന്നെ കാഥോഡ് റേ സംഭവിച്ചിരിക്കും. നിങ്ങൾ ഏത് മെറ്റൽ എടുത്താലും ഇവിടെ കാഥോഡ് റേയുടെ E/M റേഷ്യോയ്ക്ക് വ്യത്യാസം ഉണ്ടാവത്തില്ല. അതിനൊരു കാര്യം പറയാം കേട്ടോ, എല്ലാത്തിലും ഈ ഒരു പാർട്ടികൾ കാഥോഡ് റേ എല്ലാ ആറ്റങ്ങളിലുമുണ്ട്. ഈ കാഥോഡ് റേയെ പിന്നീട് വിളിക്കപ്പെട്ട പേരാണ് ഇലക്ട്രോൺ. കാഥോഡ് റേയുടെ ചാർജ് എന്താ? നെഗറ്റീവാണ്. ഇതെവിടെ നിന്നാണ് വരുന്നത്? ഇതിനകത്ത് നിറച്ചിരിക്കുന്ന ഗ്യാസ് ആറ്റങ്ങളിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇവിടെ ആകെ ഈ എക്സ്പെരിമെന്റിൽ ആകെ 2 പാർട്ടേ ഉള്ളൂ, ഒന്നൊരു മെറ്റലും ഒന്നൊരു ഗ്യാസും. അപ്പൊ ഗ്യാസിലെ ആറ്റങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മെറ്റലിലെ ആറ്റങ്ങളിൽ നിന്നോ ആണ് ഈ കാഥോഡ് റേ ഒറിജിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ജെ തോംസൺ കൺക്ലൂഡ് ചെയ്യുന്നു, എല്ലാ ആറ്റങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള നെഗറ്റീവ് പാർട്ടിക്കിൾ ഉണ്ടാവും. കാഥോഡ് റേ എന്നിവിടെ ഉദ്ദേശിച്ചത് ഇലക്ട്രോണിനെയാണ്. ഇലക്ട്രോൺ, അതായത് കാഥോഡ് റേയെ കുറിച്ച് പഠിച്ച് കാഥോഡ് റേക്ക് ഒരു സ്ഥാനം കൊടുത്തു, അതാണ് ഇലക്ട്രോൺ. അങ്ങനെ ഇലക്ട്രോൺ കണ്ടുപിടിക്കപ്പെട്ടു. ഈ കാഥോഡ് റേയുടെ ചാർജ് നെഗറ്റീവ് ആണെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് പെർക്കിൻ എന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്പെരിമെന്റിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയതും അത് ഇലക്ട്രോൺ ആണ് എന്ന് ഉറപ്പിക്കുന്നതും ഒക്കെ ആരാണ്? ജെ തോംസൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ജെ തോംസന്റെ പേര് പറയാം. കാഥോഡ് റേസ് കഴിഞ്ഞു.
ക്ലിയർ അല്ലേ? ഒന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും പറഞ്ഞ് പഠിക്കാം. നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു, അതിന് രണ്ട് എൻഡിലും രണ്ട് മെറ്റൽ പ്ലേസ് ചെയ്തു. ഒരു മെറ്റലിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, ഒന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഗ്യാസ് എടുത്തു. ആ ഗ്യാസിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് കുറച്ചു. 10⁻⁻⁴ ATM. അറ്റ്മോസ്ഫിയറിൽ 1 ATM ആണ് പ്രഷർ. വലിയ പ്രഷറാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്, 1 ATM. നമ്മൾ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷർ 10⁻⁴ ATM. ഇനി അതിനകത്ത് നമ്മൾ ബാറ്ററിയിലൂടെ ഹൈ വോൾട്ടേജ് കടത്തിവിട്ടപ്പോഴത്തേക്ക് ആ ട്യൂബിനകത്ത് ഒരു പ്രകാശം, ആ ട്യൂബിൻ്റെ വോളിലൊക്കെ ആ പ്രകാശമാണ് ഗ്രീനിഷ് ഫ്ലൂറസെൻറ്റ് അല്ലെങ്കിൽ ഫെയിൻറ്റ് ഗ്രീനിഷ് ഫ്ലൂറസെൻ്റ് ഒരു പ്രകാശം വന്നു. അത് എങ്ങനെ വന്നു എന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് കാഥോഡിൽ നിന്നൊരു റേ വരുന്നുണ്ട്, ആ റേ ആണ് ഈ ഒരു പ്രകാശത്തിന് കാരണം. ഈ റേയെ വിളിക്കപ്പെട്ട പേരാണ് കാഥോഡ് റേ. കാഥോഡ് റേയുടെ പ്രത്യേകത സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും സഞ്ചരിക്കുക. രണ്ടാമത്തത് ദേ ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ കാഥോഡ് റേയുടെ പോകുന്ന വഴിയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ ആണ്? കാഥോഡ് റേ പോസിറ്റീവായ ആനോഡിലോട്ടാണ് പോകുന്നത്. പോസിറ്റീവായിട്ടുള്ള പാർട്ടിലേക്ക് നീങ്ങുന്നത് കൊണ്ട് കാഥോഡ് റേയുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. അടുത്തത് ഒരു പാഡിൽ വീൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാഥോഡ് റേ അതിൽ തട്ടിയിട്ട് ഈ പാഡിൽ വീൽ കറങ്ങും. അതുകൊണ്ട് നമുക്ക് പറയാം ഈ കാഥോഡ് റേക്കകത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾ ഉണ്ട് എന്ന്. അതുപോലെ ഇവ കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള ഗ്യാസിനെല്ലാം ഇവൻ അയണൈസ് ചെയ്യും. അടുത്തത് ഇവൻ ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ വോളിലോ അല്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനിലോ തട്ടിയാൽ അവിടെ പ്രകാശമുണ്ടാക്കും. ഏത് ഗ്യാസ് നിറച്ചാലും ഏത് മെറ്റലിനെ നമ്മൾ ഇതിനകത്ത് എടുത്താലും E/M റേഷ്യോ ഓഫ് ദ കാഥോഡ് റേ വിൽ ബി സെയിം. ക്ലിയർ ആണ്. കാഥോഡ് റേ എന്താണെന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഹാജർ സാറിനെ ഓർമ്മിക്കും, നമ്മൾ കൃത്യമായിട്ട് ഉത്തരം എഴുതും, ഒരു പോയിന്റ് പോലും തെറ്റിക്കൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് പഠിക്കാൻ പോവുകയാണ്. അതായത് ഇലക്ട്രോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞു, കാഥോഡ് റേയിലൂടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ, ഇലക്ട്രോണിൻ്റെ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്ഷരമാണ് E. ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടെന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്നു. അതിന് കണ്ടുപിടിക്കാൻ ഉണ്ടായ സാഹചര്യം, അത് കണ്ടുപിടിച്ചത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഇലക്ട്രോണിൻ്റെ ഈ ചാർജ് കണ്ടുപിടിക്കാൻ പോകുന്നു. ചാർജ് ബൈ മാസ്, E/M റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കണ്ടോ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ഈ പേനയുടെ കളറൊന്ന് മാറ്റാമേ, എങ്കിലേ നമുക്ക് ഇതിനകത്ത് ഈ വൈറ്റിൽ അറിയാൻ പറ്റുക. കണ്ടോ, നേരത്തെ അതേ എക്സ്പെരിമെൻ്റ് കണ്ടോ, ഇവിടെ ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാഥോഡിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? റേ വരുന്നുണ്ട്. കാഥോഡിൽ നിന്ന് വരുന്ന റേയെ നമ്മൾ ഈ ഒരു ആനോഡിലേക്ക് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ആ റേയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇവിടെ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാവോ? ഒരു ഇലക്ട്രിക്കൽ ചാർജ്ഡ് പ്ലേറ്റ് വെച്ചു. അപ്പോൾ ഈ കാഥോഡ് റേ ഇങ്ങനെ വരികയാണ്. കാഥോഡ് റേ വരുന്ന സ്ഥലത്ത് ഇതൊന്നും നിങ്ങൾ കാണരുത്, ഇതൊന്നും ഇപ്പോൾ വെച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക്കൽ പ്ലേറ്റ് വെച്ചു. ഇവിടെ ആയിട്ട് ഇലക്ട്രിക്കൽ പ്ലേറ്റ് വെച്ചപ്പോൾ ഇവിടെ നിന്ന് കാഥോഡ് റേ എന്ത് ചെയ്ത് ഇവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് നേരെ പോയി ഈ സ്ക്രീനിൻ്റെ ഇവിടെ ഇടിച്ചു. ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ, ഇൻ ദ പ്രസൻസ് ഓഫ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ ദാറ്റ് ഹിറ്റ് ഓൺ എ, സ്ക്രീനിനകത്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ. ഇത് സിങ്ക് സൾഫൈഡ് സ്ക്രീനാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡിനെ എടുത്ത് മാറ്റിയിട്ട് ഈ മാഗ്നറ്റ് മാത്രം വെച്ചു, കാന്തിക മണ്ഡലം മാത്രം കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ ഇയാൾ ഈ കാഥോഡ് റേ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് പകരം നേരെ സിയിലോട്ട് പോയി ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് ഓൺലി മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണ്? ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോഴാണ് കാഥോഡ് റേ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് ഡീവിയേറ്റ് ചെയ്ത് എയിൽ പോയത്. ഇലക്ട്രിക് ഫീൽഡ് മാറ്റി എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു. അപ്പോഴത്തേക്കും മാഗ്നറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് ഡീവിയേറ്റ് ചെയ്ത് നേരെ വന്ന് ഇവിടെ സിയിൽ വന്ന് ഹിറ്റ് ചെയ്തു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാതിരുന്നാൽ അത് നേരെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. എന്നാൽ രണ്ടും കൊടുത്തിട്ട് ഇതിനിവിടെ ഹിറ്റ് ചെയ്യിപ്പിക്കണം. ഇതാണ് നമ്മുടെ
എക്സ്പെരിമെന്റ്. ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് മാറ്റിയാൽ ഈ സ്ക്രീനിൽ ഇവ നേരെ വന്നതാ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. എൻ്റെ ഇപ്പോഴത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യും, എനിക്ക് ബിയിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോൾ അതിന് ഇവരുടെ രണ്ടുപേരുടെ സ്ട്രെങ്തിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. മാഗ്നറ്റിക് ഫീൽഡിനെയും ഇലക്ട്രിക് ഫീൽഡിനെയും സ്ട്രെങ്ത് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. നമുക്ക് അതിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഇവിടെ കൊണ്ടുവരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാഥോഡ് റേയെ ബിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണോ ഇവിടെ അപ്ലൈ ചെയ്തത്, എന്ത് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണോ ഇവിടെ അപ്ലൈ ചെയ്തത്, അത് നോട്ട് ചെയ്ത് വെക്കണം. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനെ നമ്മളൊരു പേര് കൊടുക്കും. അതിൻ്റെ പേരാണ് എക്സ്. അതിൻ്റെ പേരാണ് എക്സ്. മറന്നു പോകരുത്. നമ്മൾ എന്ത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണോ ഇവിടെ കൊടുത്തത്, ഇവനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി, ബിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതിൻ്റെ പേരാണ് എക്സ്. അതേപോലെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണോ കൊടുത്തത്, ബിയിൽ ഹിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എത്രയാണോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അപ്ലൈ ചെയ്തത്, അതിൻ്റെ പേരാണ് എച്ച്. ഈ വാല്യൂ ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യും. ഒരു ഫോർമുലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ആ ഫോർമുലയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. E/m റേഷ്യോ ഓഫ് ആറ്റം അല്ലെ ഇലക്ട്രോണിന്റെ E/m റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഫോർമുല എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്ന സ്ക്രീനിന്റെ റേഡിയസ്, സർക്കുലാർ സ്ക്രീനിന്റെ റേഡിയസ് ആണ് ആർ. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് E/m ഈക്വൽ ആയിരിക്കും. അങ്ങനെ E/m എന്ന് പറയുന്ന ഒരു റേഷ്യോ ജെ തോംസൺ കണ്ടെത്തുന്നു. ആ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം 1.758820 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഈ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം, പഠിക്കണം മക്കളെ. ഈ വാല്യൂ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്ന് ഡാൻസ് ചെയ്തത്. ക്ലിയർ ആണോ? അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? കാഥോഡ് റേ പഠിച്ചു. കാഥോഡ് റേ ആണ് പിൽക്കാലത്ത് ഇലക്ട്രോണായി അറിയപ്പെട്ടത്. കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഇലക്ട്രോണിന്റെ E/m റേഷ്യോ എക്സ്പെരിമെന്റ് നല്ല പക്കയായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എക്സ്പെരിമെന്റ് നമുക്ക് നന്നായിട്ട് അറിയാം. എക്സ്പെരിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം. കാഥോഡ് റേ പോകുന്ന വഴിയിലൂടെ നമ്മൾ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അത് നേരെ എവിടെ വന്ന് ഹിറ്റ് ചെയ്തു? അത് നേരെ വന്ന് എയിൽ ഹിറ്റ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്തപ്പോൾ അത് സിയിൽ ഹിറ്റ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യാതിരുന്നാൽ അത് ബിയിൽ ഹിറ്റ് ചെയ്യപ്പെടും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുപോലെ നമ്മൾ കാഥോഡ് റേയിലേക്ക് അപ്ലൈ ചെയ്ത് ബിയിലേക്ക് ആ റേയെ കൊണ്ടുവരാൻ ഇലക്ട്രിക് സ്ട്രെങ്ത് എത്ര അപ്ലൈ ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് എത്ര അപ്ലൈ ചെയ്യുന്നു, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു, എക്സ് എന്നും എച്ച് എന്നും. എന്നിട്ട് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്തു. എന്താ ഫോർമുല? എക്സ് ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ആർ. അങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നു. ആ വാല്യൂ നമ്മൾ കാണാതെ പഠിക്കുന്നു. അതാണ് ഇലക്ട്രോണിന്റെ E/m റേഷ്യോ. ദാറ്റ് ഈസ് 1.758820 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ക്ലിയർ ആണ്? ഇവിടെ ഒരു ഡൗട്ട് നമുക്കില്ല. E എന്ന് പറഞ്ഞാൽ എന്ത്? ചാർജ് ഓഫ് ഇലക്ട്രോൺ. എന്താണ് M? മാസ് ഓഫ് ഇലക്ട്രോൺ. എന്താണ് ഇവിടെ എക്സ്? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എച്ച് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കുലാർ സ്ക്രീൻ. ക്ലിയർ ആണ്? അങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടി. ഈ വാല്യൂ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത് നമ്മൾ പഠിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് E/m റേഷ്യോ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ചാർജ് ഓൺ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ജെ തോംസൺ അല്ല, പകരം മില്ലിക്കൺ. എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റ് വിളിക്കുന്ന പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടി അദ്ദേഹം ഒരു ബോക്സ് എടുത്തു. ഈ കാണുന്നത് പോലത്തെ ഒരു ബോക്സ്. എക്സ്പെരിമെൻ്റ് നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഒരു ബോക്സ് എടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ഇലക്ട്രിക് പ്ലേറ്റ് വെച്ചു. കണ്ടോ, അവിടെ ഒരു ഇലക്ട്രിക് പ്ലേറ്റ് വെച്ചു. ഇതിന് മുകളിലും ഒരു ഇലക്ട്രിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ, 2 ഇലക്ട്രിക് പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിക് പ്ലേറ്റുകളെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുമായി ഈ ഇലക്ട്രിക് പ്ലേറ്റുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ അറ്റോമൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിലിനെ ഭയങ്കര മൈന്യൂട്ട് പാർട്ടിക്കിളായിട്ട് ഭയങ്കര ചെറിയ പാർട്ടിക്കിളായിട്ട് സ്പ്രേ ചെയ്യാൻ കഴിയുന്ന ഒരു അറ്റോമൈസർ ഇവിടെ വെച്ചിട്ടുണ്ട്.
അതിനകത്ത് ഓയിലാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓയിലുണ്ട്, ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്. ഈ ഡ്രോപ്പർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഓയിൽ ആറ്റത്തിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഡ്രോപ്പുകളായി ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വീഴാൻ തുടങ്ങും. ഇതാണ് ഓയിൽ ഡ്രോപ്പ്ലെറ്റുകൾ എന്നാണ് ഇതിനെ വിളിക്കുക. ഈ ഓയിൽ വെച്ചിരിക്കുന്ന ഒരു ബോക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഫില്ലറിൽ ഒന്ന് അമർത്തിയപ്പോൾ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഓയിൽ ഡ്രോപ്പുകൾ താഴോട്ട് വീഴാൻ തുടങ്ങി. ഇതിനെ ഓയിൽ ഡ്രോപ്പ്ലെറ്റ്സ് എന്നാണ് പറയുക. നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ പ്ലേറ്റ് കണ്ടോ, ഈ മുകളിലത്തെ പ്ലേറ്റിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇതിനകത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. ഈ ഹോളിലൂടെ ഈ ഡ്രോപ്പ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് കണ്ടോ ഒരു സംഭവം, ഒരു ആരോ കാണിച്ചിരിക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ഒരു എക്സ്റേ കടത്തിവിടും. എക്സ്റേ കടത്തിവിടുമ്പോൾ ഈ ഡ്രോപ്പ്ലെറ്റുകൾക്ക് ചാർജ് കിട്ടും. അങ്ങനെ ഓരോ ഡ്രോപ്പുകളും ചാർജ് ആവാൻ തുടങ്ങും. ക്ലിയർ ആണ്. ഇത് വ്യക്തമായി നമുക്ക് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്തുകൊണ്ടിട്ടുള്ള ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അയോണൈസിങ് റേഡിയേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ വരുന്ന അയോണുകളെയെല്ലാം ഇവിടെ നിന്ന് വരുന്ന ഡ്രോപ്പ്ലെറ്റുകളെല്ലാം ഒന്ന് ചാർജ്ഡ് ആക്കണം. അയോണൈസിങ് റേഡിയേഷനാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. എക്സ്റേ ആയിരിക്കും മിക്കവാറും കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഡ്രോപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മൈക്രോസ്കോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ താഴെ വീഴുന്ന ഈ ഡ്രോപ്പൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ കണികകളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബോക്സിൻ്റെ മുകളിൽ താഴെ 2 പ്ലേറ്റ്, മുകളിലത്തെ പ്ലേറ്റിനെ ഇലക്ട്രിസിറ്റിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, താഴത്തേനെ ഇലക്ട്രിസിറ്റി ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ മുകളിലത്തെ പ്ലേറ്റിൻ്റെ ചാർജ് പോസിറ്റീവും താഴത്തെ പ്ലേറ്റിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. അറ്റോമൈസർ വെച്ചിട്ട് ഓയിൽ ഡ്രോപ്പായിട്ട് മുകളിലൂടെ താഴോട്ട് കടത്തി വിടുന്നു. താഴോട്ട് വരുമ്പോഴത്തേക്കും എക്സ്റേ വന്ന് അതിലിടിക്കുന്നു. അപ്പോൾ ഈ ഓയിൽ ഡ്രോപ്പ്ലെറ്റുകളെല്ലാം ചാർജ് ആകുന്നു. ആ ചാർജ് ഡ്രോപ്പുകളെല്ലാം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനിയാണ് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയാൻ പോകുന്നത്. നോക്കൂ, ഈ താഴോട്ട് വീഴുന്ന ഡ്രോപ്പുകൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമല്ലേ താഴോട്ട് വരുന്നത്? നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നില്ലേ, പ്ലേറ്റിനകത്തുള്ള ഒരു ഇലക്ട്രിക് സ്ട്രെങ്ത് കൂടി ഒന്ന് കൂട്ടിയാലേ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആ ഇലക്ട്രിക്കൽ ഫോഴ്സും തമ്മിലൊരു ബാലൻസിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നിടത്തോളം എത്തിക്കണം. അപ്പോൾ യൂണിഫോം സ്പീഡിലായിരിക്കും ഇതിനകത്ത് ഓരോ ഡ്രോപ്പുകളും താഴേക്ക് വീഴുന്നത്. യൂണിഫോം സ്പീഡിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള ഡ്രോപ്പുകൾ ചിലപ്പോൾ സ്റ്റേഷനറി സ്റ്റേജിലേക്ക് കടന്നു എന്നും വരാം. ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതാണ് ഇത്? ഒരു യൂണിഫോം സ്പീഡിൽ ഡ്രോപ്പ്ലെറ്റുകൾ താഴെ വീഴാൻ കാരണമാകുന്ന ഇലക്ട്രിക് സ്ട്രെങ്ത്. എത്ര ഇലക്ട്രിക് സ്ട്രെങ്ത് കൊടുത്തപ്പോഴാണോ ഈ ഭയങ്കര സ്പീഡിൽ വന്നുകൊണ്ടിരുന്നത്, സ്പീഡ് കുറഞ്ഞ് ഒരു സ്റ്റേഷനറി ഫേസ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് ഈ ഡ്രോപ്പ്ലെറ്റ് വന്നത്, ആ ഒരു ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്താൻ ആവശ്യമായ ഇലക്ട്രിക് സ്ട്രെങ്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇപ്പം ഡ്രോപ്പുകളെല്ലാം ഒരു യൂണിഫോം സ്പീഡിൽ വളരെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്, താഴോട്ട് വീഴുന്നത്. ആ സ്പീഡ് നമുക്ക് മെഷർ ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. മില്ലിക്കൺ വളരെ കെയർഫുള്ളി ആയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത്. എന്നിട്ട് മില്ലിക്കൺ പറഞ്ഞു, ഇതിനകത്ത് ഓരോ ഡ്രോപ്പ്ലെറ്റിനകത്തും, ഇവിടെ നമ്മൾ കണ്ട ഓരോ ഡ്രോപ്പ്ലെറ്റിനകത്തും, ഇതിലുള്ള ഓരോ ഡ്രോപ്പ്ലെറ്റിനകത്തും ഇരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഈ വാല്യൂവിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. 1.6022 ഇൻറ്റു 10⁻⁻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 ⁻
ഒരു ഡ്രോപ്പ്ലെറ്റിനകത്ത് ഇത്രയും ചാർജ് കാണും. 5 എണ്ണം ആണെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ 5 ഇൻറ്റു ഇത്രയും ചാർജ് കാണും. മില്ലിക്കൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ബോക്സ് ഓയിൽ അതിന് മുകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. 2 പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ പ്ലേറ്റ് പോസിറ്റീവ്, താഴത്തെ പ്ലേറ്റ് നെഗറ്റീവ്. ഈ ഡ്രോപ്പൊക്കെ താഴോട്ട് വരികയാണ്. താഴോട്ട് വരുന്ന വഴിയിൽ നമ്മൾ അതിനൊന്ന് അയണൈസ് ചെയ്ത് ചാർജ് ആക്കുന്നു. അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇത് താഴോട്ട് വീഴുന്നു. ഇലക്ട്രിക് ഫീൽഡ് അത് മുകളിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടുന്നു. അപ്പോൾ താഴോട്ട് വീഴുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈ പറയുന്ന ഇലക്ട്രിക് ആ ഒരു ഫീൽഡും തമ്മിലുള്ള ഒരു ബാലൻസിങ് ഫോഴ്സ് ഈ ഓയിലിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നു. ഓയിൽ യൂണിഫോം സ്പീഡിൽ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. ആ യൂണിഫോം സ്പീഡ് മെഷർ ചെയ്തുകൊണ്ട് മില്ലിക്കൺ പറയുന്നു ഓരോ ഡ്രോപ്പിനകത്തും അടങ്ങിയിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 1.6022 × 10⁻⁻19 കൂളോം ആയിരിക്കും. 5 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 5ന്റെ ചാർജ് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 5 ഇൻറ്റു ഇത്രയും ആയിരിക്കും. ക്ലിയർ ആണ്. നേരത്തെ തന്നെ നമ്മൾ E/M റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. E/M റേഷ്യോയുടെ വാല്യൂ നമ്മൾ പഠിച്ചു നേരത്തെ.
ഇപ്പൊ പഠിച്ചു. അതെത്രയാണ്? 1.75 8820 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇവിടെ നമ്മൾ കിലോഗ്രാം മാറ്റി ഗ്രാമിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ 8 എന്നുള്ളത് 11 എന്നുള്ളത് 8 ആയി. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഇവിടെ കിലോഗ്രാം ആയിരുന്നു. കിലോഗ്രാമാണ് ഇവിടെ പറഞ്ഞെങ്കിൽ ഇവിടെ 11 വരും, ഗ്രാം ആണെങ്കിൽ 8 വരും. അപ്പോൾ ഈയുടെ ചാർജിൻ്റെ റേഷ്യോ മില്ലിക്കൺ കണ്ടുപിടിച്ചു, E/M റേഷ്യോ JJ തോംസൺ കണ്ടുപിടിച്ചു. ഈ രണ്ട് വാല്യൂവും കൂടെ ക്യാൻസൽ ആയാൽ, എൻ്റെ പൊന്നു പിള്ളേരെ, ചാർജ് ആര് കണ്ടുപിടിച്ചു? മില്ലിക്കൺ കണ്ടുപിടിച്ചു. E/M റേഷ്യോ ആര് കണ്ടുപിടിച്ചു? E/M റേഷ്യോ JJ തോംസൺ കണ്ടുപിടിച്ചു. ഈ വാല്യൂ ഈ ചാർജിന്റെ വാല്യൂ എത്രയാ? 1.6022 × 10⁻19 കൂളോം ഡിവൈഡഡ് ബൈ E/M റേഷ്യോയുടെ വാല്യൂ എത്രയാ? 1.75 8820 × 10⁻11 കിലോഗ്രാം. ഇവിടെ ഗ്രാം കൊടുക്കുകയാണെങ്കിൽ 8 എന്ന് വരും. അങ്ങനെ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. നമുക്കറിയാലോ E ഡിവൈഡഡ് ബൈ E/M എന്ന് പറയുമ്പോൾ ഇതിനെ E × M/E എന്ന് എഴുതാലോ. ഇയും ക്യാൻസൽ ചെയ്ത് പോയാൽ M കിട്ടൂലേ? അതായത് ഈ രണ്ട് വാല്യൂ കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. അങ്ങനെ മാസിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് മാസിന്റെ വാല്യൂ ആണ്. അതായത് ഇലക്ട്രോണിന്റെ മാസിന്റെ വാല്യൂ ആണ്. അത് എത്രയെന്ന് ചോദിച്ചാൽ പറയണം, 9.1 × 10⁻28 ഗ്രാം. ഇനി കിലോഗ്രാമിലാണ് നമുക്ക് ഇലക്ട്രോണിന്റെ വാല്യൂ വേണ്ടതെങ്കിൽ 9.1 ഇതാ എഴുതുകയാണ്, 9.1 × 10⁻31 കിലോഗ്രാം. എൻ്റെ പൊന്നു പിള്ളേരെ പഠിക്കണം, 9.1 × 10⁻31 കിലോഗ്രാം. ഇതാണ് ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രോണിന്റെ മാസ്. ഈ ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ മാസിന്റെ 1/1837 പാർട്ടായിരിക്കും. അത്ര ചെറുതാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. ക്ലിയർ ആണ്? ഇതുവരെ നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രോൺ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? കാഥോഡ് റേ പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടി പഠിച്ചു, എക്സ്പെരിമെന്റ് മനസ്സിലായി, അതിന്റെ പ്രോപ്പർട്ടി പറഞ്ഞു. പിന്നെ എന്താ പഠിച്ചത്? E/M റേഷ്യോ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് പഠിച്ചു, E/M വാല്യൂ പഠിച്ചു. അടുത്തെന്താ പഠിച്ചത്? മില്ലിക്കന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് പഠിച്ചു, അതിലൂടെ ഇലക്ട്രോണിന്റെ ചാർജ് പഠിച്ചു. ഇലക്ട്രോണിന്റെ ചാർജിനെ E/M റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് കിട്ടും. അങ്ങനെ ഇലക്ട്രോണിന്റെ മാസിന്റെ വാല്യൂ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 9.1 × 10⁻28 ഗ്രാം. കിലോഗ്രാമിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ 9.1 × 10⁻31 കിലോഗ്രാം എന്ന് പഠിച്ചു. ഇത്രയും പക്കയാണ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾ, ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിളുകളിൽ ഇലക്ട്രോണിന്റെ എല്ലാ കിടിപിടികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞതിൽ ഏതെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, കാഥോഡ് റേ കഴിഞ്ഞു, മാസ് E/M റേഷ്യോ കഴിഞ്ഞു, ചാർജ് ഓഫ് ഇലക്ട്രോൺ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ, ആനോഡ് റേസിനെ കുറിച്ചാണ്. അപ്പോൾ ആറ്റത്തെ നമ്മൾ പണ്ട് മുതലേ പറയുന്നത് ആറ്റം ന്യൂട്രൽ ആണ് എന്നല്ലേ? ആറ്റം ന്യൂട്രൽ ആണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഒരു സാധനത്തിനെ ആറ്റത്തിനകത്ത് ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ചാർജും അതിനകത്ത് ഉണ്ടാവേണ്ടതാണ് എന്ന ഒരു സംശയം ആദ്യമായി ഉണ്ടായത് ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരാളിനാണ്. ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരാള് അതേ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു, കാഥോഡ് റേ ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി ആനോഡ് റേസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് പ്രത്യേകത, കാഥോഡ് ഈ ആനോഡ് റേസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കോണം. ഞാനൊന്ന് ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ആനോഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ കാഥോഡ് റേ എങ്ങോട്ടാ പോകുന്നത്? ആനോഡിലോട്ടാ പോകുന്നത്, ഇങ്ങോട്ടാ പോകുന്നത് അല്ലേ? കാഥോഡിന്റെ പാർട്ടിൽ നിന്ന് ആനോഡിലോട്ടാ. അപ്പൊ ഗോൾഡ് സ്റ്റെയിൻ പറഞ്ഞത്, കാഥോഡ് റേ നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ ആനോഡ് റേ എന്ന് പറഞ്ഞൊരു സാധനവും, ആനോഡ് എന്ന് പറയുന്ന ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്നും ആനോഡ് റേ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ആനോഡ് റേ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കാഥോഡിന്, ഈ കാഥോഡ് ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഈ മെറ്റലിന് കുറെ ഓട്ടയിട്ട് വെച്ചു, കുറെ ഹോൾ ഇട്ടു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫോറേറ്റഡ് കാഥോഡ്. പെർഫോറേറ്റഡ് കാഥോഡ് എന്ന് പറഞ്ഞാൽ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ആനോഡ് റേ വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. അവിടെ റെഡ് കളർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു റെഡ് ഗ്ലോ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് വീണ്ടും ഒരു ക്യൂരിയോസിറ്റി ആയി. അതായത് ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ
കാഥോഡ് റേ ഉണ്ടായി, നേരത്തെ ഫോം ചെയ്തു. കാഥോഡിൽ നിന്നാണ് ആ റേ ആനോഡിലേക്ക് മൂവ് ചെയ്തത്. അതേപോലെ ഈ കാഥോഡ് റേ ജനറേറ്റ് ചെയ്യുന്നതിന് സൈമൾട്ടേനിയസ് ആയിട്ട് ആനോഡ് റേയും ഉണ്ടാകുന്നുണ്ട്. ആനോഡ് റേ കൃത്യമായി കാണാൻ വേണ്ടിയിട്ട് കാഥോഡിന്റെ ഭാഗത്ത് കുറെ ഓട്ടയിട്ട് വെച്ചു. ആ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് പെർഫോറേറ്റഡ് ഇലക്ട്രോഡ്. ആ ഓട്ടയിലൂടെ ആനോഡ് റേ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് കടന്നുപോയി നേരെ പോയി ആ ഡിസ്ചാർജ് ട്യൂബിന്റെ വോളിൽ പോയി ഇടിച്ചപ്പോൾ അവിടെ ഒരു റെഡ് ഗ്ലോ ഉണ്ടായി. ആ റേയുടെ പേരാണ് ആനോഡ് റേ. ആ ആനോഡ് റേ ആണ് പിൽക്കാലത്ത് പ്രോട്ടോൺ എന്ന പേരിൽ അറിയപ്പെട്ടത്. പ്രോട്ടോൺ. കാഥോഡ് റേ എങ്ങനെയാണ് ട്രാവൽ ചെയ്തത്? ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതുപോലെ തന്നെയാണ് ആനോഡും ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേയുടെ പ്രത്യേകത എന്തായിരുന്നു? കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് കാഥോഡ് റേ പോയത്, അല്ലെ? ഇങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ ആനോഡ് റേയോ ആനോഡിൻ്റെ ഈ പാർട്ടിൽ നിന്നും ഏകദേശം ഈ ട്യൂബിൻ്റെ ഏകദേശം ഇവിടെ നിന്ന് ആനോഡിൻ്റെ ആ പാർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാഥോഡിലേക്കാണ്. കാഥോഡിലേക്ക് ഒരാൾ പോകണമെങ്കിൽ ആ റേയുടെ ചാർജ് എന്തായിരിക്കണം? പറഞ്ഞേ. കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഈ റേയുടെ ചാർജ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഇൻ ഗ്യാഷ്യസ് ആറ്റം. ഇതിനകത്ത് ഗ്യാസ് അല്ലേ നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗ്യാസിനകത്ത് ആറ്റങ്ങളല്ലേ ഉള്ളത്. അതിനകത്ത് എന്തുണ്ട്? പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്. അതാണ് പ്രോട്ടോണായി അറിയപ്പെട്ടത്. ഈ ആനോഡ് റേക്ക് കാഥോഡ് റേ പോലെ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ റേയുടെ ഭാഗത്തേക്ക് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റേ ഡിഫ്ലക്റ്റ് ചെയ്യും. അവിടെ നിന്ന് ഒടിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും, വേറൊരു ഡയറക്ഷനിലേക്ക് പോകും. ഇപ്പം ഇങ്ങനെയാണ് ഈ ആനോഡ് റേ വരുന്നതെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടോ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് കേൾക്കാം നമുക്ക്. എന്താണ് അതിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് കേൾക്കാം. ആനോഡ് റേയുടെ ആ ഒരു വഴിയിലോട്ട്, ആ പാത്തിൽ നമ്മളൊരു പാഡിൽ വീൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ വീല് റൊട്ടേറ്റഡ് ആവും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആനോഡ് റേസിന് മെറ്റീരിയൽ പാർട്ടിക്കിൾ അതിനകത്തുണ്ട്. അപ്പം 3 പ്രത്യേകതകളാണ് ഞാനിവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ E/M റേഷ്യോ നമ്മൾ മെഷർ ചെയ്യണം. E/M റേഷ്യോ മെഷർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇലക്ട്രോണിൻ്റെ E/M റേഷ്യോ നമ്മൾ മെഷർ ചെയ്തപ്പോൾ പറഞ്ഞു, ഏത് ഗ്യാസ് എടുത്താലും ഏത് മെറ്റലിനെ ഇലക്ട്രോഡാക്കി വെച്ചാലും E/M റേഷ്യോ സെയിം ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ അങ്ങനെ അല്ല. നമ്മൾ E/M റേഷ്യോ ഗ്യാസ് മാറുന്നതിനനുസരിച്ച് മാറും. ഏറ്റവും വലിയ E/M റേഷ്യോ കിട്ടുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് നിറയ്ക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഈ ആനോഡ് റേ ആണ് പിന്നീട് പ്രോട്ടോണായി അറിയപ്പെട്ടത്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് പോലെയാണ്, പക്ഷെ ഓപ്പോസിറ്റ് സൈനാണ്. 1.6 × 10⁻⁻19 കൂളോം. അപ്പോൾ പ്രോട്ടോണിൻ്റെത് പോസിറ്റീവും ഇപ്പം രണ്ടിൻ്റെയും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആ വാല്യൂ പറയുമ്പോൾ നെഗറ്റീവും കൂടി ചേർത്ത് പറയും, ഇവിടെ പോസിറ്റീവ് പറയും. അത്രേ ഉള്ളൂ. വാല്യൂ സെയിം ആണ്, ചാർജിൻ്റെ വാല്യൂ. ഇനി ഇതിൻ്റെ മാസ്, പ്രോട്ടോണിൻ്റെ മാസ് പഠിക്കണം. 1.6 × 10⁻27 കിലോഗ്രാം ആണ് കേട്ടോ. ഗ്രാമിലാണെങ്കിൽ -24 എന്ന് പറയും. ഈ വാല്യൂസ് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം, കാരണം വാല്യൂസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. കാഥോഡ് റേയും ആനോഡ് റേയും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ആദ്യം പഠിച്ചത് കാഥോഡ് റേ അല്ലേ. കാഥോഡ് റേ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു മെറ്റൽ വെച്ചിട്ടുണ്ടോ, കാഥോഡ് മെറ്റൽ. ആ മെറ്റലിലെ ആറ്റത്തിൽ നിന്നാണ് ഫസ്റ്റ് ഈ കാഥോഡ് റേ വരുന്നത്. ഈ മെറ്റലിനകത്തിരിക്കുന്ന ആറ്റത്തിൽ നിന്നാണ്. കാഥോഡായിട്ട് നമ്മളൊരു മെറ്റൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ നമ്മുടെ, ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതല്ലേ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ്. ഇവിടെ നമ്മൾ കാഥോഡായിട്ടൊരു മെറ്റൽ വെച്ചിട്ടില്ലേ. ആ മെറ്റലിലെ ആറ്റത്തിൽ നിന്നാണ് ആദ്യമായിട്ട് കാഥോഡ് റേ വരുന്നത്. ആ കാഥോഡ് റേ പോയി ഇതിനകത്ത് ഈ ഗ്യാസിനകത്തെ ആറ്റങ്ങളിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഗ്യാസിൽ നിന്ന് അടുത്ത കാഥോഡ് റേ വരുന്നത്, ആ ഗ്യാസ് ആറ്റങ്ങളിൽ നിന്ന്. അപ്പം 2 പ്രാവശ്യം കാഥോഡ് റേ വരുന്നുണ്ട്. ഒന്ന് കാഥോഡിലെ മെറ്റലിലെ ആറ്റങ്ങളിൽ നിന്നും ഇത് വരുന്നുണ്ട്, കാഥോഡ് റേ വരുന്നുണ്ട്. ആ കാഥോഡ് റേ പോയി ഗ്യാസ് ആറ്റങ്ങളിൽ ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും കാഥോഡ് റേ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ആനോഡ് റേ എന്താണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും ആനോഡ് റേ ആനോഡിലെ ആറ്റങ്ങളിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ആനോഡിലെ ആറ്റങ്ങളിൽ ഇത് ആനോഡിലെ ഇലക്ട്രോഡാണ്. ആനോഡ് ഇലക്ട്രോഡിൽ നിന്നല്ല ആനോഡ് റേസ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഗേഷ്യസ് ആറ്റം ഈ കാഥോഡ് റേ ഉണ്ടാകുന്നത് കാഥോഡ് മെറ്റലിലെ ആറ്റത്തിൽ നിന്നാണ്. എന്നിട്ട് അത് നേരെ പോയി ഗ്യാസ് ആറ്റങ്ങളെ ഇടിക്കുമ്പോഴാണ് വീണ്ടും കാഥോഡ് റേ ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഇലക്ട്രോൺ പോയി കഴിയുമ്പം ആറ്റങ്ങൾക്ക് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ആ പോസിറ്റീവ് ചാർജിനെ ഈ കാഥോഡ് അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. അതാണ് ആനോഡ് റേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതായത് കാഥോഡ് റേ ആറ്റത്തിൽ നിന്ന് കാഥോഡ് റേ പോയതിന് ശേഷം ഉണ്ടാകുന്ന ആറ്റങ്ങളുടെ ചാർജ് പോസിറ്റീവാണ്. അവരെ കാഥോഡ് അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഥോഡിൽ ഹോൾ ഇട്ടത്, പെർഫോറേറ്റ് ആക്കിയത്. അപ്പോഴാണ് ഇവിടെ റെഡ് കളർ ഫോം ചെയ്തത്. ക്ലിയർ ആണ്? ആനോഡ് റേ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു, കാഥോഡ് റേ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. കൃത്യമായിട്ട് നമ്മൾ ഉത്തരം എഴുതണം. ഇനി ആറ്റത്തിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിളായി നമുക്ക് പഠിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അതായത് ന്യൂട്രോണിനെ കൂടി പഠിക്കണം. റൂദർഫോർഡിൻ്റെ ശിഷ്യനായ ജെയിംസ് ചാഡ്വിക്കാണ് 1932 ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നു. അദ്ദേഹം എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ബെർലിയം എന്ന് പറയുന്ന ഒരു ആറ്റമാണ്. ബെർലിയവും ബോറോൺ ഈ രണ്ട് ആറ്റങ്ങളിലും ആൽഫ പാർട്ടിക്കിൾ വെച്ചിട്ട് ഈ ജെയിംസ് ചാഡ്വിക്ക് ഇടിക്കുന്നു. അങ്ങനെ ആൽഫ പാർട്ടിക്കിൾ വെച്ച് ഇടിച്ചപ്പോൾ ഈ എലമെൻറ്റ് ട്രാൻസ്മ്യൂട്ടേഷൻ സംഭവിച്ചു, ബെർലിയം കാർബണായി മാറി. അതിനോടൊപ്പം ഒരു റേഡിയേഷനും കൂടി ഉണ്ടാകുന്നുണ്ട്. ഒരു റേ, ഈ ആനോഡ് കാഥോഡ് റേ പോലെ ഒരു റേ കൂടി ആ ഒരു ബെർലിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് ഇയാൾ കണ്ടു. ഈ റേയുടെ പ്രത്യേകത, ഇത് ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ കൊടുത്താലൊന്നും ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. ഇതുവരെ ഏറ്റവും ഭയങ്കരമായി പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റേ ഈ ഒരു പ്രോസസ്സിലൂടെ പുറത്തേക്ക് പോകുന്നു ആറ്റത്തിൽ നിന്ന്. അപ്പോൾ എല്ലാ ആറ്റങ്ങളിലും ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളായി ഇലക്ട്രോൺ ഉള്ളതുപോലെ പ്രോട്ടോൺ ഉള്ളതുപോലെ ഇങ്ങനെ ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ കൂടി ഉണ്ട് എന്ന് ജെയിംസ് ചാഡ്വിക്ക് സ്ഥാപിക്കുന്നു. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.674 × 10⁻⁻24 കിലോഗ്രാം എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നു. ഇത് ഈ ന്യൂട്രോൺ എന്ന് പറയുന്നതും ഒരു ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ്, അടിസ്ഥാന ഘടകമാണ് എന്ന് കണ്ടെത്തുന്നു. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്തത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ഓർമ്മയുണ്ട്. അപ്പോൾ കാഥോഡ് റേ പഠിച്ചു, അതേപോലെ കാഥോഡ് റേയുടെ E/m റേഷ്യോ പഠിച്ചു, ചാർജ് പഠിച്ചു, മാസ് പഠിച്ചു, ആനോഡ് റേ പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിനുശേഷം ന്യൂട്രോൺ പറഞ്ഞു. ആനോഡും കാഥോഡും ആനോഡ് റേയും കാഥോഡ് റേയും എവിടെ നിന്നാണ് ജനറേറ്റഡ് ആകുന്നത് എന്ന് നമ്മൾ ക്ലാസ്സിൽ കേട്ടു. അടുത്ത ക്ലാസ്സിൽ ആറ്റം എന്ന് പറയുന്ന വസ്തുവിൻ്റെ, ആറ്റം എന്ന് പറയുന്ന ഒന്നിൻ്റെ മോഡലുകൾ, J.J. തോംസന്റെ മോഡൽ, ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ മോഡൽ, എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, എന്താണ് ഐസോട്ടോപ്പ്, എന്താണ് ഐസോട്ടോൺ. കാത്തിരിക്കുക അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട്. ക്ലാസ്സുകളുടെ നിലവാരം, ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് നോട്ട് വേണം എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നോട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.